അവതാരികയായ മസ്താനി മലയാളികൾക്ക് സുപരിചിതയായത് ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ വൈൽഡ് കാർഡായി എത്തിയതിനോടെയാണ്. എന്നാൽ പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് ആയിരുന്നില്ല മസ്താനിയുടെ ഗെയിം. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹൗസിൽ നിന്ന് എവിക്റ്റായി. അതും ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം എവിക്ഷനും ആയിരുന്നു. നാണം കെട്ട് ഹൗസിൽ പടി ഇറങ്ങവേ അവസ്ഥ മസ്താനിക്ക് വന്നു. പുറത്തിറങ്ങിയ മസ്താനിയെ കാത്ത് സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിംഗ് ഉണ്ടായിരുന്നു. കുറേ കാലം കമന്റ് ബോക്സ് പോലും മസ്താനി ഓഫാക്കി ഇടേണ്ടി വന്നു. ഒരു മീഡിയയ്ക്കും മസ്താനി അഭിമുഖം പോലും കൊടുക്കാൻ തയ്യാറായില്ല. ഗ്രാൻഡ് ഫിനാലെ അടുത്തപ്പോൾ പുറത്തായ മറ്റു മത്സരാർത്ഥികൾക്ക് മസ്താനിയും ഹൗസിലേക്ക് റീ എൻട്രി നടത്തുകയും ചെയ്തു. മാത്രമല്ല ഹൗസിൽ പോയി തനിക്ക് സഹമത്സരാർത്ഥികളുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് നെഗറ്റീവ് ഇമേജ് പോസിറ്റീവായി മാറ്റുകയും ചെയ്തു. ബിഗ് ബോസ് റീ എൻട്രി കഴിഞ്ഞ് തിരികെ വന്ന ഫോൺ ഓൺ നോക്കിയപ്പോൾ തനിക്ക് വന്ന പോസിറ്റീവ് സപ്പോർട്ട് കണ്ട് ഞെട്ടിയിരിക്കുകയാണെന്ന് പറയുകയാണ് പുതിയ ബ്ലോഗിൽ മസ്താനി. ഒപ്പം ഗ്രാൻഡ് ഫിനാലെ ഡേയിൽ പകർത്തിയ വീഡിയോയും വിശേഷങ്ങളും താരം പങ്കുവച്ചു. ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിനു മുമ്പിട്ട ഞാനിട്ട വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ ടെൻഷനോടും പ്രത്യേകതരം വിഷമത്തോടുമാണ് വീട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് വന്നത്. ഈ വീഡിയോ എടുക്കുന്നത് ഹൗസിലേക്ക് റീ എൻട്രിക്ക് കഴിഞ്ഞുള്ള തിരിച്ചു പുറത്തു വന്ന ശേഷമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല ഇത്രയധികം ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നു എന്ന് പറ്റി വീഡിയോ പറയുന്നതും ചെയ്യുന്നു. ഞാൻ വളരെ അധികം ഹാപ്പിയാണ്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. എന്നെ മനസ്സിലാക്കിയ ഒരുപാട് നന്ദി. എവിക്റ്റായി വന്ന ദിവസം ഹോട്ടൽ മുറിയിൽ ഞാൻ കിടന്നൊരു കിടപ്പുണ്ട്. മാനസികാവസ്ഥ മാ മാനസികാവസ്ഥയുണ്ട്. ഇപ്പോൾ അതേ ഹൗസിൽ വീണ്ടും റീ എൻട്രി നടത്തി തിരിച്ചു വന്നു. ഇന്ന് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം. നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇത് ചെയ്യാനാണ്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. വിന്നർ ആരാണെങ്കിലും നിങ്ങൾ ഹേറ്റ് സ്പ്രെഡ് ചെയ്യരുത്. കാരണം അവർ അത്രയേറെ ഡിസർവിങ് ആയതുകൊണ്ട് ടോപ്പ് 5-ൽ നിൽക്കുന്നു. അവരെങ്കിലും നന്നായി ഇരിക്കട്ടെ. അനുമോളായിരിക്കും വിന്നറെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരുപാട് ആളുകൾക്ക് അനു വിന്നറാകുന്നത് ഇഷ്ടമല്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലർക്കും കൈയടിക്കാൻ പോലും താല്പര്യമുണ്ടായിരുന്നില്ല. എന്ത് തന്നെയായാലും അനു കപ്പ് അർഹിക്കുന്നു. കാരണം ആ ഹൗസിൽ അവൾ കയറി ഒന്നാം ദിവസം മുതൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അത്രയും സഫർ ചെയ്തൊരാൾ ഹാപ്പിനെസ് അർഹിക്കുന്നു. ആര് ജയിച്ചാലും ഞാൻ ഹാപ്പിയാണ്. അനുമോളെങ്കിൽ കുറച്ചുകൂടി ഹാപ്പിയാകും. എന്നാൽ മെമ്മറിയായിരുന്നു. പാർട്ട് ഓഫ് ദ ഗെയിം. അനുമോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പുറത്തായ മത്സരാർത്ഥികൾ അടക്കം അതിന് കാരണമാകുന്നുണ്ട്. ആഫ്റ്റർ പാർട്ടിൽ ലാലേട്ടനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒരു ചിയേഴ്സ് പറയാൻ ഒരു അവസരം എനിക്ക് കിട്ടുകയും ചെയ്തു. അതൊരിക്കലും മറക്കില്ല. ഗെയിമിൻ്റെ പേര് പറഞ്ഞ് ആരെയും കുത്തിനോവിക്കാതിരിക്കട്ടെ. ഞാൻ ലൈഫിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ബിഗ് ബോസിലേക്ക് റീ എൻട്രി ചെയ്യാൻ എന്നതായിരുന്നു എന്നും മസ്താനി പറഞ്ഞു.